വെൽക്കം ബാക്ക് ടു കുഞ്ഞെടുക്ക. ഇന്ന് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത്, ഓട്സ് ഓംലെറ്റ്. സിമ്പിൾ ആൻഡ് ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആണ്, അതേപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ്. നമുക്കതിന് എന്തൊക്കെയാ വേണ്ടതെന്ന് നോക്കാം. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഓട്സ് ആണ്, അതേപോലെ മുട്ടയും. ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എത്രയാ വേണ്ടതെന്ന് വെച്ച് മുട്ടയുടെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ വേണ്ടത് ചെറുതായി അരിഞ്ഞ തക്കാളി, പിന്നെ ചെറുതായി കൊത്തി അരിഞ്ഞ ഇഞ്ചിയും 1 പച്ചമുളകാണ് എടുത്തേക്കുന്നത്. ഇപ്പൊ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് എടുക്കാം. പിന്നെ വേണ്ടത് ചെറുതായി അരിഞ്ഞ ക്യാരറ്റ്, പിന്നെ ചെറുതായി അരിഞ്ഞ സവാള. ഇത് ഓട്സ് ഞാൻ ഇവിടെ പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇത് ഓട്സ് പൊടിച്ചിട്ടാണ് ഇത് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതേപോലെ പൊടിച്ചെടുക്കണം. ഒത്തിരി ഫൈനായിട്ട് പൊടിക്കൊന്നും വേണ്ട, കുറച്ച് തരി കിടന്നാലും കുഴപ്പമൊന്നുമില്ല. ഇന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പാത്രത്തിലേക്ക് നമുക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഇതിപ്പോ 2 പേർക്ക് കഴിക്കാൻ പറ്റുന്നതിന്റെ അളവാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് നിറയെ വേണമെങ്കിൽ ഇതിന്റെ എല്ലാം അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ചെറുതായി അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ് തക്കാളി ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. അതിൽ ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ മല്ലിയിലയുടെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം, ഈ ദോശമാവിന്റെ ഒക്കെ പാകത്തിന്. നല്ല മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഇതിലേക്ക് പാൽ വേണമെങ്കിൽ ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാം, പക്ഷെ ഞാനിവിടെ വെള്ളമാണ് ഒഴിക്കുന്നത്. ദോശമാവിന്റെ പരുവത്തിലെടുക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പരുവം മതി. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാൻ ആണ് എടുത്തേക്കുന്നത്, അതുകൊണ്ട് എണ്ണയുടെ ആവശ്യമില്ല. നമുക്കിത് ചുട്ടെടുക്കാം. നമ്മൾ ഈ കല്ല് ദോശയൊക്കെ ഉണ്ടാക്കുന്ന മാതിരി അത്ര വലുപ്പം മതിയാവും. ചെറുതായിട്ട് പരത്തി കൊടുത്താൽ മതി. ഈ ഡയറ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് ഇത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം.
അടുത്തത് നമുക്ക് ഇതേപോലെ ചുട്ടെടുക്കാം. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഓട്സ് ഓംലെറ്റ്. നമ്മൾ ഡെയിലി ഇഡ്ഡലിയും ദോശയും ചപ്പാത്തിയൊക്കെ കഴിക്കുന്നതിൽ നിന്നും കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഇതേപോലെയൊക്കെ ചെയ്ത് കഴിക്കാവുന്നതാണ്. ഓട്സ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വിശക്കത്തുമില്ല. നല്ല ഹെൽത്തിയാണ്. അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. താങ്ക്